ഒരു ഉത്തർപ്രദേശിൽ ട്രെയിൻ അപകടപ്പെട്ടു. ട്രെയിൻ പാളം തെറ്റി. ചണ്ഡീഗഡ് ദിബ്രുഗഡ് ദിൽബർഗ് എക്സ്പ്രസിന്റെ കോച്ചുകളാണ് പാളം തെറ്റിയത്. വിവരങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഫിജി, ഉത്തർപ്രദേശിലെ ഗോണ്ട ജില്ലയ്ക്ക് സമീപം ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 2:30 ഈ ട്രെയിൻ പാളം തെറ്റിയിരിക്കുന്നത്. ലക്നൌവിൽ നിന്ന് ഗോരഖ്പൂർ റൂട്ടിൽ പോകുന്ന ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസ് ആണ്. എക്സ്പ്രസിൻ്റെ 12 കോച്ചുകളിലധികം ആണ് ഇപ്പോൾ പാളം തെറ്റി മറിഞ്ഞിട്ടുള്ളത്. ഈ 12 കോച്ചുകൾ മറിഞ്ഞിട്ടുള്ളതിൽ തന്നെ 4 AC കോച്ചുകളിലെ 4 എണ്ണം പൂർണ്ണമായും തലകീഴായി മറിഞ്ഞ രീതിയിലാണുള്ളത്. അപകടത്തിലെ മറ്റ് പരിക്കുകളെയും മറ്റും കുറിച്ചും പറയുകയാണെങ്കിൽ 2 പേർ മരിച്ചതായും അതുപോലെ തന്നെ 1/2 ഡസനോളം ആളുകൾക്ക് പരിക്കേറ്റതുമായാണ് വിവരം. അതിൽ തന്നെ 4 പേരുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും പ്രാഥമിക രക്ഷാപ്രവർത്തനം നാട്ടുകാരും അതുപോലെ തന്നെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട മറ്റ് യാത്രക്കാരും ചേർന്നാണ് നടത്തിയിരുന്നത്. അതിനുശേഷമാണ് ആദ്യത്തെ റെസ്പോണ്ടൻസ് ടീം പോലും ഈ സംഭവ സ്ഥലത്ത് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സംഭവ സ്ഥലത്ത് നിന്നുള്ള ആദ്യ വിവരങ്ങൾ, സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. 2 പേരുടെ മരണമാണ് ഇപ്പോൾ ഇതുവരെയും നമുക്ക് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 4 പേർ, പരിക്കേറ്റവരിൽ 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇത് ലക്നൗ ഗോരഖ്പൂർ റൂട്ടിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഗോണ്ടെ റെയിൽവേ സ്റ്റേഷന് കുറച്ചപ്പുറത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഗോണ്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ വിട്ടുപോന്നിരുന്നു. അടുത്ത റെയിൽവേ സ്റ്റേഷനായ ജുലാഹി റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം മുൻപാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിൻ വളരെ വേഗതയിലായിരുന്നു വന്നിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ 12 മുതൽ 14 വരെ ബോഗികൾ പാളത്തിൽ നിന്ന് മറിഞ്ഞു വീഴണമെങ്കിൽ ട്രെയിനിൻ്റെ വേഗത എന്തായാലും വലിയ വേഗതയിൽ തന്നെയാണ് വന്നിരുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരുപക്ഷെ പാളത്തിൽ വെള്ളമോ മറ്റോ കയറിയതിനാൽ ലോക്കോ പൈലറ്റ് പെട്ടെന്ന് ബ്രേക്ക് വലിച്ചതിനാലാകാം പാളം തെറ്റിയത്. അതല്ല, പാളത്തിൽ വീക്ക്നെസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ, പാളത്തിൻ്റെ ബലക്ഷയമോ അതുപോലുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ, ഇനി അഥവാ സിഗ്നൽ തെറ്റിയതാണോ, ഇതുമുതലായ കാരണങ്ങളൊന്നും തന്നെ ഇപ്പോൾ വ്യക്തമായിട്ടില്ല. മറ്റൊരു സ്റ്റേഷന് വളരെയധികം അടുത്തു വെച്ചാണ് അപകടം നടന്നത് എന്നതുകൊണ്ട് തന്നെ സിഗ്നൽ സംവിധാനത്തിലെ തകരാറാണോ എന്നും പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ ആസാമിലെ ദിബ്രുഗഡിലേക്കുള്ള എക്സ്പ്രസ് ട്രെയിനായിരുന്നു ഇത്. ആസാം മുഖ്യമന്ത്രിയും ഇതിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇരു സംസ്ഥാനങ്ങളിലെയും SDRF ടീമുകളെ, സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമീപത്തെ എല്ലാ ഗവൺമെൻറ് സ്വകാര്യ ആശുപത്രികളോടും ഒരുങ്ങിയിരിക്കാൻ, വരുന്ന എത്രയധികം കാഷ്വാലിറ്റി ഉണ്ടെങ്കിലും അതിന് തയ്യാറായിരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വരുന്ന ഒരു മാസത്തിൽ തന്നെ, ഈ ഒരു 2 മാസങ്ങൾക്കിടെ നമ്മൾ കേൾക്കുന്ന 2ാമത്തെ ട്രെയിൻ അപകട വാർത്തയാണിത്. ഇക്കഴിഞ്ഞ ജൂണിൽ കാഞ്ചൻജംഗ എക്സ്പ്രസ് ഇത്തരത്തിൽ പാളം തെറ്റി നിരവധി പേർ മരിച്ചിരുന്നു. അതിനു മുൻപും കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ട്രെയിൻ അപകടങ്ങൾ തുടർക്കഥയായിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും വീണ്ടും ഒരു ട്രെയിൻ അപകടത്തിന്റെ വാർത്ത വരുന്നത്. ഫിജി, ശരി അതുല്യ.